നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 545 545. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 545 ലീലാകാണ്ഡത്തിലെ 36 സർഗം ഉലൂഖല ബന്ധനം ആണെന്ന് പറയേണ്ടത്. അപ്പോൾ 35 സർഗം കൃഷ്ണൻ മണ്ണ് തിന്നപ്പോൾ എന്നുള്ള ഭാഗം ഇന്നലെ അവസാനത്തെ ശ്ലോകം 30ാമത്തെ ശ്ലോകത്തോടു കൂടി പറഞ്ഞു നിർത്തി. എന്തായിരുന്നു അത്? കവീന്ദ്രർ തൻ വാക്കുകളിന്നും എന്നും മിന്നിപ്പതാം മംഗളലീലയാൽ താൻ അനുഗ്രഹിച്ചാൻ അലിവേന്തി നന്ദഗോപാത്മജൻ പാരിടം എപ്രകാരം. അതായത് തൻ്റെ പൊന്നോമന മകനായിരിക്കുന്ന ശ്രീകൃഷ്ണനാൽ, നന്ദഗോപുരുടെ മകനായിരിക്കുന്ന കൃഷ്ണനാൽ പാരിടം ഇപ്രകാരം പ്രശോഭിച്ചു എന്ന് പറഞ്ഞു. ഇനി ഉലൂഖല ബന്ധനം 1ാം ശ്ലോകം നോക്കിക്കോളൂ. ഈ വണ്ണം ഗോകുലത്തിൻ്റെ കണ്ണും കരളുമാകവേ കവർന്നുകൊണ്ടു കാർവർണ്ണൻ കളിയാടി വിളങ്ങവേ. അപ്പോൾ ഇത് 36ാം സർഗം എന്ന് പറഞ്ഞു. അതിൽ ഈ ലീലാകാന്ഡം തുടങ്ങി 36ാമത്തെ സർഗം വരുമ്പോൾ 35 സർഗത്തിൽ ഇതിൽ ആദ്യത്തെ ശ്ലോകത്തോടു കൂടി 101ാമത്തെ പ്രാവശ്യമാണ് വിളങ്ങിയിടവേ മിന്നുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിതൊക്കെ എനിക്കൊരു എൻ്റെ ഗുരുനാഥൻ്റെ ഒരു ബ്ലെസ്സിങ് ഒക്കെ ഒരേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഈ എന്താ പറയുക, വിഷ്ണു സഹസ്രനാമത്തിൽ പല സ്ഥലത്ത് 1-2 സ്ഥലത്ത് ഗദാഗ്രജ എന്ന് വന്നിട്ടുണ്ട്. അത് ശരാശരി 99% ആൾക്കാർക്ക് എന്താണെന്നുള്ളത് അറിയില്ല. ഗദൻ എന്ന്, കാരണം ഈ വസുദേവർക്ക് 13 ഭാര്യമാരുണ്ട്. അതിൽ ഒരു ഭാര്യയിൽ അവസാനത്തെ കുട്ടി ഉണ്ടായപ്പോൾ, അതായത് 13ലും പ്രായം കമ്മിയായിട്ടുള്ളതിൽ അവസാനത്തെ കുട്ടി ഉണ്ടായ ആളുടെ പേരാണ് ഗദൻ. അപ്പം ഗദൻ്റെ ഏട്ടൻ എന്നുള്ള അർത്ഥത്തിലാണ് കൃഷ്ണനെ പറയുക. അപ്പം ഞാനത് ഭാഗവതത്തിൽ എത്ര പ്രാവശ്യം ഗദാഗ്രജ വന്നിട്ടുണ്ടെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2016 എൻ്റെ മകളുടെ കുട്ടിക്ക് ശ്രീയാന്ന പേരിട്ടത്. അപ്പം ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു, എന്താ ഈ വാക്കിനർത്ഥം? ഓഹോ, അച്ഛൻ വലിയ ഭാഗവതാചാര്യനായിട്ട് അച്ഛനറിയില്ലേ, മഹാലക്ഷ്മി എന്നാണ് അർത്ഥം. അപ്പം ശരിയാണ്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ വോള്യം 1ലും 2ലും ഭാഗവതം വെറും ശ്ലോകങ്ങളുള്ളതിൽ ഞാൻ വായിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, എണ്ണി നോക്കിയില്ലേ എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ്, നമ്മളാകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇൻട്രസ്റ്റാണ് അതൊക്കെ പറയാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ വണ്ണം ഗോകുലത്തിൻ്റെ കണ്ണും കരളുമാകവേ കവർന്നുകൊണ്ടു കാർവർണ്ണൻ കളിയാടി വിളങ്ങവേ 101ാമത്തെ പ്രാവശ്യം. ഒരു നാൾ നന്ദനും മറ്റും കാലത്തങ്ങിങ്ങു പോകവേ ജോലിക്കെല്ലാം ദാസിമാരെ ഏൽപ്പിച്ചു മധുഭാഷിണി. മധുഭാഷിണി യശോദമ്മ. മുൻചൊന്ന മട്ട് അതിമനോഹരമാം കൃഷ്ണലീലകൾ തന്നെത്താൻ പാടിയും കൊണ്ടേ കടഞ്ഞാൽ തൈർ മെല്ലവേ. അതുവരെ ഭഗവാന്റെ ലീലാവിനോദങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പാടിയിട്ടാണ് തൈര് കലക. ഈ പ്രായമായിട്ടുള്ളവരെ ഒരു കാലും മടക്കി വയ്ക്കും, ഒരു കാലും നീട്ടി വയ്ക്കും, എന്നിട്ടാണ് തൈര് കലക. അപ്പം മുൻചൊന്നമട്ട് അതിമനോഹരമാം കൃഷ്ണലീലകൾ തന്നെത്താൻ പാടിയും കൊണ്ടേ കടഞ്ഞാൾ തൈർ മെല്ലവേ. പുള്ളിപ്പൂഞ്ചേലതൻ മീതേ. അന്ന് കൊടുത്ത സാരി ഒരു പുള്ളിയുള്ളതാന്നാണ് പറഞ്ഞത്. പുള്ളിപ്പൂഞ്ചേലതൻ മീതെ പൊന്നരഞ്ഞാണു മിന്നിയും
പുത്രസ്നേഹം ചുരന്നീടും പോർക്കുജങ്ങൾ തുളുമ്പിയും കയർ നീട്ടി വലിച്ചീടെ പൊൻകൈ വളകിലുങ്ങിയും കവിൾ തടങ്ങൾ ചുംബിച്ചു മിന്നും കുണ്ടലമാടിയും. ആലോചിച്ച് നോക്കൂ. അപ്പം അതിൽ 102 മിന്നൊന്ന് വന്നു കഴിഞ്ഞു. കയർ അപ്പം പുള്ളിപ്പൂഞ്ചേലതൻ മീതെ പൊന്നരഞ്ഞാണു മിന്നിയും പുത്രസ്നേഹം ചുരന്നീടും പോർക്കുജങ്ങൾ തുളുമ്പിയും. അതായത് മകന് പാല് കൊടുക്കാനുള്ള സ്ഥാനങ്ങൾ വിങ്ങിപ്പൊട്ടി നിൽക്കണു. അതായത് സ്വാഭാവികമായിട്ട് പുത്രസ്നേഹം, അതൊരു സ്നേഹം വേറെയാണ്. ആ പുത്രികളോ അതുകൊണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, അവരവരുടെ മക്കൾക്ക് മുല കൊടുക്കാനുള്ള ധൃതി ആവുമ്പോൾ അമ്മമാർക്കറിയാം. ഒരു പ്രാവശ്യം എന്തെങ്കിലും മുല കൊടുക്കാൻ വൈകിയാൽ മകൾ പറഞ്ഞിട്ടില്ലെങ്കിലും അമ്മിഞ്ഞ പറയും പാല് കൊടുക്കേണ്ട സമയമായി എന്ന്. അത് അനുഭവിച്ചവർക്കറിയാം. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകം എന്താ പറയുന്നത്? കയർ നീട്ടി വലിച്ചീടെ. ഈ ഇടതും വലതും കൈകൊണ്ട് ഇങ്ങനെ നീട്ടി വലിക്കണം. കയറ് കയ്യിൻ്റെ അകലത്തിന് കുറച്ച് വിട്ടിട്ടായിരിക്കുക. അപ്പോൾ കയർ നീട്ടി വലിച്ചീടെ പൊൻകൈ വളകിലൊങ്ങിയും കവിൾ തടങ്ങൾ ചുംബിച്ചു മിന്നും കുണ്ടലമാടിയും. അതായത് ആ യശോദമ്മയുടെ കാതിലുള്ള കൊടുക്കെടുക്കാൻ ഈ തല അളകൂല അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഇളക്കുമ്പോൾ. അപ്പോൾ ആ കമ്മൽ വന്ന് കവിളിനെ ഉമ്മ വയ്ക്കണമെന്ന് കവിഭാവനയാണ് അതൊക്കെ. ശ്രീമുഖം ശമമാർന്നൊട്ടുയർപ്പേന്തി വിളങ്ങിയും 103 വിളങ്ങലാണ്. ശ്രീമുഖം ഐശ്വര്യമുള്ള മുഖം ശ്രമമാർന്ന് അധ്വാനത്തിൻ്റെ ഭാരം കൊണ്ട് വിയർപ്പേന്തി വിളങ്ങിയും വാർക്കുന്തളക്കെട്ടഴിഞ്ഞു പിച്ചകപ്പൂക്കൾ ചിന്നിയും ആ മട്ടിൽ അഖിലേശൻ്റെ അമ്മയാകേണ്ട യോഗ്യത സർവം തികഞ്ഞു വിലസും ആ മഹാധന്യയെ സ്വയം കണ്ടെഴുന്നേറ്റു കാർവർണ്ണൻ. ഉറക്കത്തുനിന്ന് ഇങ്ങനെ നീട്ടു. ഉറക്കത്തിന് നീട്ട് അമ്മ ഇങ്ങനെ രസമായിട്ട് തൈര് കലക്കാണ്. ആ മട്ടിൽ അഖിലേശൻ്റെ അമ്മയാകേണ്ട യോഗ്യത സർവം തികഞ്ഞു വിലസും ആ മഹാധന്യയെ സ്വയം കണ്ടെഴുന്നേറ്റു കാർവർണ്ണൻ. കമനീയ മൃദുസ്മിതൻ കാണുന്നവർക്ക് രോമാഞ്ചത്തെ ഉണ്ടാകുന്ന രീതിയോടുള്ള ഒരു പാൽപുഞ്ചിരി സ്മിതത്തോടു കൂടി, പുഞ്ചിരിയോട് കൂടിയിട്ട് അർത്ഥം പറയണം. ആ മട്ടിൽ അഖിലേശൻ്റെ തന്നെ വായിക്കാൻ വരുന്നത് ഞാൻ അറിയണില്ല കണ്ണെവിടെ പോണതെന്നുള്ളത്. ആ മട്ടിൽ അഖിലേശൻ്റെ അമ്മയാകേണ്ട യോഗ്യത സർവം തികഞ്ഞു വിലസും ആ മഹാധന്യയെ സ്വയം കണ്ടെഴുന്നേറ്റു കാർവർണ്ണൻ. കമനീയ മൃദുസ്മിതൻ അടുത്തണഞ്ഞാൻ അമ്മിഞ്ഞയുണ്ണാനുൾക്കൊതി പൂണ്ടുടൻ. ഈശ്വരൻ സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. കാരണം അമ്മയാവുമ്പോഴാണ് സ്ഥാനത്തിൽ പാല് വരൂ. അത് കുട്ടികൾക്കറിയാം അത് ചുടുപാലാണ് എന്നുള്ളത്. അപ്പോൾ ആരാ ഈ സ്റ്റൗവും അല്ലെങ്കിൽ അടുപ്പിൽ ഊതാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന പാല് ചൂടാക്കി കൊടുക്കുന്നത്? ഇതിനൊക്കെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ ഈശ്വരൻ്റെ കരവിരുത് അല്ലെങ്കിൽ ഈ സൃഷ്ടി എന്നുള്ള വൈഭവം വെറുതെ ആണോ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് പറയണത്. അപ്പോൾ കണ്ടെഴുന്നേറ്റു കാർവർണ്ണൻ കമനീയ മൃദുസ്മിതൻ അടുത്തണഞ്ഞാൻ അമ്മിഞ്ഞയുണ്ണാനുൾ കൊതി പൂണ്ടുടൻ. ഉണ്ണിക്കൈ കൊണ്ടു കടകോൽ പിടിച്ചമ്പാൽ മനോ. ഉണ്ണിക്കൈ കൊണ്ട് മതി തൈര് കലക്കലൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറയാണ്ട് പറഞ്ഞു ആ കടകോൽ ഇങ്ങോട്ട് പിടിച്ചു നിർത്തി അവിടെ. ഉണ്ണിക്കൈ കൊണ്ടു കടകോൽ പിടിച്ച് അമ്പാൽ മനോഹരൻ സർവാംഗവും ഇളക്കിക്കൊണ്ടേതോ പാട്ടുപാടിയും എന്തൊക്കെയോ നടിച്ചും കൊണ്ടലിഞ്ഞൊന്നു ചിരിക്കവേ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എന്തൊരു പാട്ടൊക്കെ പാടി. അത് എന്ത് പാട്ടാന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. മനുഷ്യ മനസ്സുകളെ കൊണ്ട ഈശ്വര വചനങ്ങളെ ചുണ്ടിൻ്റെ അനക്കം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല.
അപ്പോൾ ഉണ്ണിക്കൈ കൊണ്ടു കടകോൽ പിടിച്ച് അമ്പാൽ മനോഹരൻ സർവാംഗവും ഇളക്കിക്കൊണ്ടൊരേതോ പാട്ടുപാടിയും എന്തൊക്കെയോ നടിച്ചും കൊണ്ടലിഞ്ഞൊന്നു ചിരിക്കവേ കയർ വിട്ടമ്മ. അമ്മ കൈവിട്ടു, കയറ് വിട്ടു. എന്താ ആരാ പിടിച്ചിരുന്നത്? മകൻ. കൊഞ്ഞനം കാണിച്ച് അല്ലെങ്കിൽ മൃദുമന്ദേർ അതെ പാൽപുഞ്ചിരി തൂകി ശരീരഭാഗം ഒന്ന് ഇളക്കി എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞപ്പോൾ മനസ്സിലായി അയാൾക്ക് കാര്യം സാധിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളതറിയാം. അപ്പോൾ ഇനി അദ്ദേഹത്തിനെ പണക്കരുതെന്ന് ഗർഗമുനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയറ് വിട്ടു. എന്തിൻ്റെ കടകോല് കടയേണ്ട കയറ് വിട്ടു. കയർ വിട്ടമ്മ വേഗത്തിലെടുത്താൾ മുകിൽ വർണ്ണനെ എടുത്തു. തന്നെത്താൻ മടിയിൽ കയറിയിരുന്ന അംബുജലോചനൻ. പിന്നെ കയറ് വിട്ടോട് കൂടിയിട്ട് തന്നെ മൂപ്പര് സ്വയം അമ്മയാകുന്ന സിംഹാസനത്തിലെ മടിയിൽ കയറിയിരുന്നു. തന്നെത്താൻ മടിയിൽ കയറിയിരുന്ന അംബുജലോചനൻ അമ്മിഞ്ഞയുണ്ണും മന്നേരം പാൽ തികന്നത് കേൾക്കയാൽ. അടുപ്പത്ത് ഒരു ആദ്യം കറന്ന പാല് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന ശബ്ദം കേട്ടു. അപ്പോൾ തൈര് കലക്കണത് അമ്മ അവിടെ നിർത്തി. അപ്പോൾ എന്ത് വേണം? അത് എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അണയ്ക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കുട്ടീനെടുത്ത് താഴ്ത്ത് വെക്കണം. സമ്മതിച്ചില്ല ഭഗവാൻ. അതിന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ചില കുസൃതത്തരം കാണിച്ചു എന്നാണ് എനിക്ക് പറയാൻ പോണത്. തന്നെത്താൻ മടിയിൽ കയറിയിരുന്നംബുജലോചനൻ അമ്മിഞ്ഞയുണ്ണുമന്നേരം പാൽ തികന്നതു കേൾക്കയാൽ. തന്നെ താഴെ ഇരുത്തിയിട്ട് ഭഗവാനെ താഴെ ഇരുത്തിയിട്ട് പോയാൾ അമ്മ. എണീറ്റുടൻ കോപത്താൽ കോമളൻ കൊച്ചുപാവ കൊണ്ടു തൈർക്കലം. കോമളൻ കൊച്ചുപാവ കൊണ്ട് തൈർക്കലം. ചെറിയൊരു അമ്മിക്കുട്ടി എന്നാ മൂലത്തിൽ. ഇവിടെ പാവാന്ന എന്തോ ആയിക്കോട്ടെ, കനമുള്ളൊരു സാധനം. ആ കനമുള്ളൊരു സാധനം ആ എന്താണെന്ന് പറയുക, കൗമോദികി എന്ന ഗത പിടിച്ചിട്ടുള്ള കയ്യും സുദർശനം എന്നുള്ള ചക്രം പിടിച്ചിട്ടുള്ള കയ്യും അതൊന്ന് ആഞ്ഞ് വീശാത്ത സ്ഥിതി എന്താ? ആളുണ്ണിയായിക്കോട്ടെ. അമ്പലത്തിൽ ദീപാരാധന മണിയടിച്ചു. ഇതാണ് എൻ്റെ നേട്ടം. അപ്പോൾ എണീറ്റുടൻ കോപത്താൽ കോമളൻ കൊച്ചുപാവ കൊണ്ടു തൈർക്കലം തല്ലിപ്പൊളിച്ചു ഉറിയിലെ പുതുവെണ്ണ മുഴുക്കയും എടുത്തു അകത്ത് മുക്കിൽ ചെന്നിരുന്ന് ഉണ്മാൻ തുടങ്ങിനാൻ. അദ്ദേഹം എന്ത് ചെയ്തു? തൈരിൻ്റെ കാലം പൊട്ടിച്ചു. അതിലുള്ള തൂവെണ്ണ കൈകൊണ്ട് വാരി വീടിൻ്റെ ഇരുട്ടുള്ളൊരു ഭാഗത്ത് പോയി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി, കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. തല്ലി പൊളിച്ചു ഉറിയിലെ പുതുവെണ്ണ മുഴുക്കയും. ഉറിയിലുള്ളതെന്ന് അവിടെ പറഞ്ഞത് ആയിക്കോട്ടെ. തല്ലി പൊളിച്ചു ഉറിയിലെ തൂവെണ്ണ മുഴുക്കയും എടുത്തകത്തു മുക്കിൽ ചെന്നിരുന്ന് ഉണ്മാൻ തുടങ്ങിനാൻ. കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. 14-ാമത്തെ ശ്ലോകം. പാൽ തികന്നതിറക്കി തൻ കുഞ്ഞിൻ ചെയ്തികൾ കണ്ടവൾ തൈർ പറ്റിടും ഉണ്ണിക്കാൽപ്പാട് നോക്കി മനസ്സിനി. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് എഴുതിയത്. അകത്ത് നിന്ന് അടുപ്പിൽ തിളച്ച് വന്ന പാലെടുത്തു വെച്ചു. ഇവിടെ വന്ന് നോക്കുമ്പോൾ തൈരിൻ്റെ കലമൊക്കെ പൊട്ടിച്ച് പാലൊക്കെ അവിടെ ഈ തൈരൊക്കെ ചിന്നിച്ചെതിരി കിടക്കുകയാണ്. അതിൽ ഭഗവാന്റെ പാദം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നനഞ്ഞ തൈരിൻ്റെ കാൽച്ചൂടോടുകൂടി എങ്ങട്ടാ പോയി നോക്കണത്? ആദ്യത്തെ ചവിട്ടിന് തൈര് ജാസ്തി ഉണ്ടാവും, പിന്നെ കമ്മിയായിട്ട് വരും. അപ്പോഴേക്കും സംഗതി മനസ്സിലായി, ഇന്ന ഭാഗത്താണ് മൂപ്പർ ഒളിഞ്ഞിരിക്കണം എന്നുള്ളത് പിന്നെ യശോദമ്മയ്ക്ക് മനസ്സിലായി. അറിയാണ്ട് ഭഗവതി എന്ന് തോന്നുന്നു. യശോദമ്മ ഭഗവതി തന്നെയാണ്. പുനർഷയിലെ പാൽ തികന്നതരക്കി തൻ കുഞ്ഞിൻ ചെയ്തികൾ കണ്ടവൾ തൈർ പറ്റിടും ഉണ്ണിക്കാൽപ്പാട് നോക്കി മനസ്സിനി ഓർത്താൾ എന്നുണ്ണിയെ കൂടെ എടുക്കാഞ്ഞവൻ ഈ വിധം. ഞാൻ എണീറ്റപ്പോൾ എൻ്റെ മോനെ പൊക്കത്ത് വെച്ച് പോയാൽ മതിയായിരുന്നു, എന്നാൽ ഈ ഒരു കോലാഹലം നടന്നിരുന്നില്ല എന്നുള്ളത് യശോദമ്മയ്ക്ക് മനസ്സിലായി. ആലോചിച്ച് നോക്കണം.
ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തതിൻ്റെ അനന്തരഫലം അനുഭവിക്കുമ്പോഴേ നമ്മൾക്ക് അറിയുള്ളൂ നമ്മൾ ചെയ്തത് തെറ്റായി എന്നുള്ളത്. ഓർത്താൽ എന്നുണ്ണിയെ കൂടെയെടുക്കാൻ അവൻ ഈ വിധം ചെയ്തതാണ്, അവിടം പോയാൻ കള്ളൻ അങ്ങിങ്ങു നോക്കവേ. പിൻവാതിലൂടെ അപ്പോൾ തന്നെ തെരഞ്ഞു ഇതാ അമ്മ വരണമെന്ന് കണ്ടപ്പോൾ മൂപ്പര് ഓടി പിൻവാതിലൂടെ പുറത്തേക്ക് പോയി. പിൻവാതിലൂടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ദൂരവേ കമുഴ്ത്തിയ ഉരലിൻ മീതേയിരുന്നു അതിമനോഹരൻ. അപ്പോൾ ഭഗവാൻ താൻ ഇനി എന്ത് ലീലയാണ് ആടേണ്ടത് അത് മനസ്സിൽ കണ്ടിട്ടാണ് മൂവ്മെൻ്റൊക്കെ. അപ്പോൾ ഉദൂകല ബന്ധത്തിനുള്ള തയ്യാറെടുപ്പായി. അല്ലെങ്കിൽ ആ ദൂരെ നിൽക്കുന്ന 2 മരുത്ത് മരങ്ങൾക്ക് അതായത് പൂളമരം മലയാളത്തിൽ അർത്ഥം പറയാം, അതിൻ്റെ ആ വാക്കുകൾ വരും. ആ പൂളമരങ്ങളുടെ ഇടയിൽ കൂടെ പോയി അത് 2 വിദ്യാധരന്മാരെന്ന് പറഞ്ഞാൽ സാക്ഷാൽ വൈശ്രവണന മക്കൾക്ക് ശാപം കിട്ടിയിട്ടാണ് അവരങ്ങനെ മരങ്ങളായിട്ട് നിൽക്കുന്നത്. ആ ഭാഗം വരുമ്പോൾ അപ്പോൾ അവർക്ക് മോക്ഷം കൊടുക്കേണ്ട സമയമായിരുന്നു. അതിൻ്റെ ഒരു പ്രിയാമ്പിളാണ് ഈ വെണ്ണ കലക്കലും തൈര് കലക്കലും ഭഗവാൻ മടിയിലിരുന്ന് അമ്മിഞ്ഞ കൊടുത്തതും അമ്മിഞ്ഞ ഉണ്ണാൻ തുടങ്ങിയതും ആ സമയത്ത് പാല് തിളച്ച് പോണ്ട ശബ്ദം കേട്ട് ഭഗവാനെ നിലത്തിറക്കി വെച്ചതൊക്കെ. അതാണ് പിൻവാതിലൂടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ദൂരവേ കമുഴ്ത്തി ഉരലിൻ മീതേയിരുന്നു അതിമനോഹരൻ. താഴത്തു നിന്നു കൈപോക്കും പൂച്ചകൾക്കും. അപ്പോൾ ഉരുളിൻ്റെ മേലെ കയറിയിരിക്കുമ്പോൾ കുറച്ച് ഉയരത്തിൽ അവർ സിംഹാസനത്തിലിരിക്കുന്ന ഭാവത്തിലാണ് മൂപ്പര്. അത് 2 തരത്തിൽ വേണമെങ്കിൽ പറയാം. ഒന്ന്, ശ്രീരാമാവതാര കാലത്ത് രാവണൻ്റെ അടുത്തെത്തിയിട്ട് ബ്രഹ്മാസ്ത്ര വൈഭവം കൊണ്ട് കൈകാല് കെട്ടിയിട്ടുള്ള ഹനുമാനെ കൊണ്ട് നിർത്തിയപ്പോൾ രാവണൻ കുറച്ച് ഉയർന്ന സ്ഥലത്താണ്, ഒരു 7-8 പടിയൊക്കെ കയറി നിൽക്കണം, അതിൻ്റെ മുകളിൽ സിംഹാസനം. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ നോക്കണം. അത് ശ്രീരാമൻ്റെ ദൂതൻ എന്നുള്ളത് എനിക്ക് അത്ര ശരിയായി തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ വാലുകൊണ്ട് ഒരു ഒരല് മാതിരി ഉണ്ടാക്കി രാവണൻ്റെ സിംഹാസനത്തിനൊക്കെ മീതെ ആയി അത്. അപ്പോൾ അതിലേക്ക് എടുത്ത് ചാടി അത് ഒരു പീടാക്കി വെച്ചിട്ട് കാലിൻ്റെ മുകളിൽ കാല് കയറ്റിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ തൻ്റെ ഭക്തൻ ചെയ്ത ചെയ്തികളെ ത്രേതായുഗത്തിൽ നടന്നതാണെങ്കിലും ദ്വാപരയുഗത്തിൽ അത് ഇന്ന പോലെയാണ് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി അങ്ങനെ ഉയരലിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോഴാണ് താഴെ പൂച്ചകളൊക്കെ വന്ന് ക്യൂ ആയിട്ട് ഇങ്ങനെ വട്ടത്തിൽ, ക്യൂ ആയിട്ടല്ല, അങ്ങനെ ഷേപ്പിൽ വട്ടത്തിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഭഗവാൻ തൻ്റെ കുഞ്ഞ് കയ്യിലുള്ള വെണ്ണ കുറേശ്ശെ ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു 3 ഡയമെൻഷനിൽ ഞാൻ പറഞ്ഞതെന്ന് കണ്ടു നോക്കൂ. ഞാനിങ്ങനെ സ്പഷ്ടമായിട്ട് പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അതാ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വിദ്യ. കഥ വായിക്കുമ്പോൾ കഥകളുടെ വരി കൂടെ സഞ്ചരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഥ എവിടെയൊക്കെ നടക്കണോ അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ അദ്ദേഹം മുകളിൽ നിന്ന് എന്നെ കണ്ണ് കാണിക്കും. എന്താ വത്സല ശിഷ്യ, നീ ഞാൻ പറഞ്ഞത് ഓർക്കണില്ലേ ചോദിക്കും. അപ്പോൾ അതിനുള്ള ഇട ഞാൻ കൊടുക്കില്ല. അപ്പോൾ ഞാൻ അത് കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞ വഴി കൂടെ നടക്കും എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ എന്നൊക്കെ നിങ്ങളോട് തമാശ രൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, താഴത്തു നിന്ന് കൈ പൊക്കും പൂച്ചകൾക്കും കുരങ്ങിനും എടുത്തെടുത്തേകുകയാം ശ്രീമുഖം താഴ്ത്തി. ഇങ്ങനെ ശ്രീമുഖം താഴ്ത്തി എന്താണെന്നാ പറയുക, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് വേറൊന്നുണ്ടല്ലോ അതിന് ഓപ്പോസിഷൻ അല്ലേ, എനിക്കറിയില്ല, ഇംഗ്ലീഷൊന്നും അറിയില്ല എനിക്ക്. എലിവേഷൻ മേപ്പിട്ട് നോക്കുക, താഴത്തേക്ക് നോക്കുക. അപ്പോൾ എങ്ങനെയായാലും യശോദമ്മയുടെ മുഖത്തേക്ക് നോക്കിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ശ്രീമുഖം താഴ്ത്തി ഇങ്ങനെ പിൻകഴുത്തോളവും തൂങ്ങിക്കിടക്കും കുനകുന്തലം. ഭഗവാന്റെ പിൻകഴുത്ത് വരെ നനുനനുത്ത സ്പ്രിങ് മുടിങ്ങനെ തൂങ്ങി നിൽക്കുക.
അപ്പോൾ കുമ്പിടുമ്പോൾ അതിങ്ങനെ രണ്ട് ഭാഗത്തേക്കും വരും. പെൺകഴുത്തോളവും തൂങ്ങിക്കിടക്കും കുനുകൂന്തലും കൂന്തലും പൊൻകാളാൽ ചില പൊൻകാള അഞ്ചുകളും നോക്കിക്കൊണ്ട് നിന്നൊരു തെല്ലിട. തൻ്റെ കാലിലുള്ള തള ഒന്നൊക്കെ നോക്കി ശരിയല്ലേ എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ സർവം മറന്നു സതിമാർ അണിമൗലി വിളങ്ങിനാൾ. സർവം മറന്നു സതിമാർ അണിമൗലി വിളങ്ങിനാൾ. എന്താർത്ഥം? ഈ യശോദമ്മയുടെ ദാസിമാര് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്ത് അത്ഭുതസ്തബ്ധരായിട്ട് നിൽക്കുകയാണ്. ഈ കുട്ടി ചെയ്ത വികൃതി, അത് കഴിഞ്ഞ് കാലുമ്പിൽ തേരക്കായിട്ട് നടന്നു പോയിട്ട് മുക്കത്ത് പോയിട്ട് നിൽക്കുക. അത് യശോദമ്മ കണ്ടിട്ട് വന്ന സ്ഥലം കണ്ടുപിടിക്കുമ്പോഴേക്കും കുട്ടി പിൻവാതിൽ കൂടെ ഓടുക, ഒരു ഒരലിൻ്റെ മുകളിൽ കയറിയിരിക്കുക, കുനിഞ്ഞിരുന്നിട്ട് പൂച്ചകൾക്കും കുരങ്ങന്മാർക്കും തൻ്റെ കയ്യിലുള്ള വെണ്ണ തൂവി കൊടുക്കുക. ഇത് കണ്ടിട്ട് അവർക്ക് ചിറി പൊട്ടി. എന്ത് തമാശയാണ് ഈ കുട്ടി കാണിക്കണത്. അപ്പോൾ കാളാഞ്ചികളും നോക്കിക്കൊണ്ട് നിന്നൊരു തെല്ലിട. സർവം മറന്നു സതിമാർ അണിമൗലി വിളങ്ങിനാൾ. സതിമാർ അണിമൗലി വിളങ്ങിനാൾ. സമാധിയിങ്കൽ മുഴുകി മിന്നും സൽബുദ്ധി പോലവേ. അവിടെ മിന്നും എന്നുള്ളത് 104ാമത്തെ പ്രാവശ്യം വന്നത്. ഇപ്പോൾ സമാധിയിങ്കൽ മുഴുകി മിന്നും സൽബുദ്ധി പോലവേ. സമാധിയിലൊരു ബുദ്ധിയുണ്ട്. എന്താ? ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ബുദ്ധിയുള്ളൂ, ഈശ്വരീയത. ഭഗവാനും ഭക്തനും ഭക്തിയും ഒന്നായി തീരുക. അതാണ് ഈ മിന്നും സൽബുദ്ധി പോലവേ. എവിടെ? സമാധിയിങ്കൽ എന്നാ വാക്ക്. 20ാമത്തെ ശ്ലോകം. അപ്പൊ സമാധിയിങ്കൽ മുഴുകി മിന്നും സൽബുദ്ധി പോലവേ യശോദ എന്നാ. അതേപോലെ യശോദ തൻ ചേലയൊട്ടൊന്ന് ഒതുക്കി പിന്നിലൂടവേ മെല്ലെ ചെന്നാൽ പരാഭക്തിയുടൽ പൂണ്ടതുപോലവേ. ഭഗവാൻ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പിന്നുകൂടെ മെല്ലെ തൻ്റെ സാരിത്തുമ്പൊക്കൊന്നിങ്ങനെ ഇളയിൽ കുത്തി ഒന്നിങ്ങനെ പതുങ്ങി ഒന്ന് ഉള്ളോട്ട് വലിഞ്ഞ് മെല്ലെ മെല്ലെ പൂച്ച നടക്കണം കൂടുതൽ നടങ്ങി ഭഗവാനെ പിടിക്കാൻ പോവുക. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ? മെല്ലെ ചെന്നാൽ പരാഭക്തി ഉടൽ പൂണ്ടതുപോലെ. പരാഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? പരമമായ ബ്രഹ്മചൈതന്യത്തിനെ അനുസന്ധാനം ചെയ്ത് അതിൽ ലയിച്ചാലത്തെ അവസ്ഥ പരാഭക്തി. പിന്നെന്താന്നാ പറഞ്ഞത്? ഉടൽ പൂണ്ടതുപോലെ. ആ ഭക്തിക്കൊരു ശരീരം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത്ര ഭക്തിശ്രദ്ധയോട് കൂടിയിട്ടാണ് പോണതാണ് പറഞ്ഞത്. വടിയും കൊണ്ടണഞ്ഞിടും അമ്മയെ കണ്ടു കോമളൻ. അപ്പം അദ്ദേഹം സർവന്തര്യാമിയാണ്. സർവത്ര അക്ഷിയും സർവത്ര ബാഹുക്കളും സർവത്ര പാദങ്ങളും സർവത്ര ശിരസ്സുകളും സർവത്ര അക്ഷികളുള്ള ആളാണ്. ആരെവിടെ അനങ്ങിയാലും അദ്ദേഹത്തിനറിയാം. സഹസ്രാക്ഷ, സഹസ്രപാദ, സഹസ്രശിര, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ പുരുഷ സൂക്തത്തിൽ. പേടിച്ച പോലെ നീറ്റോടി യോഗികൾക്കും സുദുർലഭൻ. ആരാണ് ഓടിയത്? പേടിച്ച പോലെ എണീറ്റോടിയെന്നാ. പേടിച്ചോ? പേടിച്ച പോലെ എണീറ്റോടി യോഗികൾക്കും സുദുർലഭൻ. യോഗികൾക്ക് കൂടി അവരവരുടെ ഹൃദയത്തിൽ മിന്നിമറിയുന്ന ആളാണ്. ഒരേപോലെ അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഭഗവാനെ പതുങ്ങി പിടിക്കാൻ പോവേ യശോദ. എന്താ ഇത്? കുട്ടികളെയോ? അതാണ് പറഞ്ഞത്. പേടിച്ച പോലെ നീറ്റോടി യോഗികൾക്കും സുദുർലഭൻ. വാക്മനസ്സിനും എത്താത്ത, വാക്കിനും മനസ്സിനും എത്താത്ത ഇടത്തിൽ അനുഭവം കൊണ്ട് മാത്രമേ ഭഗവാൻ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇതേവരെ ഏത് രാജ്യത്തെ സയൻറ്റിസ്റ്റുമാർക്കും ജീവൻ എവിടെ കിടക്കണതെന്ന് മനസ്സിലാവൂല. അതുകൊണ്ടാണ് വാഗ് മനസ്സിനും എത്താത്ത. അപ്പോൾ ഈ ഭഗവാനെ പറ്റിയിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ മുഖവലിക്ക് എടുക്കണം. മുഖവലിക്ക് എടുത്തില്ലെങ്കിൽ ആർക്കാ നഷ്ടം? അവരവർക്കാ നഷ്ടം. അപ്പോൾ വാഗ് മനസ്സിനും എത്താത്ത വസ്തുവെ പ്രേമവാപ്പിനാൽ അത്
വലിയൊരു പ്രയോഗ. പ്രേമവായ്പിനാൽ. പ്രേമം എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹം ഘനീഭവിച്ചതാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി പ്രേമവായ്പിനാൽ തൻ്റെ കാമുകിയെയോ കാമുകനെയോ കാണാൻ എന്തുമാത്രം താല്പര്യം കാണിക്കും. അതുപോലെ വേണം ഭക്തിയിൽ. അപ്പോൾ വാഗ്മനസ്സിനും എത്താത്ത വസ്തുവെ പ്രേമവായ്പിനാൽ വെറും കാൽനടയായി ചെന്നു പിടിച്ചാളവൾ അത്ഭുതമായി പിടിക്കാൻ നിന്ന് കൊടുത്തു ഭഗവാൻ. അത് നമുക്കറിയുള്ളൂ. യശോദമ്മയുടെ ഉള്ളിൽ എന്താ? ഞാൻ പിടിച്ചു, കള്ളകൃഷ്ണനെ ഞാൻ പിടിച്ചു. യോഗേശ്വരന്മാർക്ക് കൂടി പിടികൊടുക്കാത്ത ദുർലഭനായിരിക്കുന്ന ഭഗവാനെ ആർക്കും പിടിക്കാൻ പറ്റില്ല. അവിടെയാണ് മാതൃസ്നേഹം. അപ്പോൾ ഭഗവാൻ യശോദമ്മയോടും ദേവകി അമ്മയോടുള്ള മാതൃസ്നേഹം, കുന്തിദേവിയോടുള്ള അച്ഛൻ പെങ്ങളോടുള്ള സ്നേഹം, ഇതൊക്കെ വ്യക്തികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഭാഗവതം പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ തല്ലായെന്നോതി ഉച്ചത്തിൽ കരയും കമലാക്ഷൻ. അടിക്കരുതമ്മേ അടിക്കരുതമ്മേ ഇത് പറഞ്ഞ കരയുടെ തല്ലാകയെന്നോതി ഉച്ചത്തിൽ കരയും കമലാക്ഷനെ തൈർക്കലമുടച്ചുള്ള കുറ്റത്തിനു കുമാരനെ അസംഖ്യം അപരാധങ്ങൾ പൊറുക്കും വിശ്വനാഥനെ. അസംഖ്യം അപരാധങ്ങൾ, നമ്മുടെ ഒക്കെയും 1000 അപരാധങ്ങൾ പൊറുക്കും വിശ്വനാഥനെ തൈർക്കളം പൊട്ടിച്ചു വെണ്ണ കൊണ്ടു എന്നുള്ളൊരു കുറ്റത്തിന് അതിൻ്റെ മുമ്പേ ഗോപികമാർ വന്ന് പരോക്ഷമായി അപരാധം തലയിൽ വെച്ച് പൊറുപ്പിക്കാത്തൊരവസ്ഥയിൽ പുഞ്ചിരുകൊണ്ട് അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്ത യശോദയ്ക്ക് അതൊക്കെ കേട്ടതിൻ്റെ ഒരു ദുർവ്യാഖ്യാനം അഹങ്കാരത്തിൽ വന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് പിടിച്ചു, ലോകനാഥനെ പിടിച്ചു എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായത്. അസംഖ്യം അപരാധങ്ങൾ പൊറുക്കും വിശ്വനാഥനെ പേടിച്ചു പനിയോ മറ്റോ വരായ്വാൻ വടി ദൂരവേ. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും പേടിപ്പിച്ചാൽ കുട്ടികൾ പേടിക്കും. പിന്നെ ചിലവർക്ക് അത് മനസ്സിൽ നിന്ന് പോവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ അതാ ഈ ഭാഗവതം പഠിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ടോ. ദശമസ്കന്ധത്തിൽ ദമ്പതി വിനോദം പറഞ്ഞൊരു കഥയുണ്ട്. എന്താ? രുക്മിണി ദേവിയോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അല്ല എനിക്ക് രാജചിഹ്നങ്ങളൊന്നുമില്ല, രാജപദവികളൊന്നുമില്ല, എന്നാൽ തനിക്ക് ആദ്യം തൻ്റെ സഹോദരന്മാർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ശിശുപാലനൊക്കെ രാജകുമാരന്മാരാണ്. ഇപ്പോഴും അവർ തന്നെ ആരാധിക്കുന്നത്, വേണമെങ്കിൽ പൊയ്ക്കോളൂ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ രുക്മിണി ആദ്യം ഒന്ന് വിവശ അയച്ചാൽ കൂടി തൻ്റെ ധൈര്യം എന്താണെന്നാ പറയുക അവലംബിച്ച് ടിറ്റ് ഫോർ ടാറ്റ് കൃഷ്ണൻ എന്തൊക്കെ തമാശ പറഞ്ഞു അതിനൊക്കെ മറുപടി വരുന്നുണ്ട്. വേദാന്തപരമായിട്ടാണ് അതൊക്കെ. അപ്പോൾ അതിൽ പറയണു, ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ കൂടി തമാശയ്ക്ക് കൂടി ഒരാളെ കളിയാക്കാൻ പാടില്ല എന്ന് ഭാഗവതം പറയണു. പക്ഷെ നമ്മളതൊന്നും മനസ്സിലാക്കണില്ല. നമ്മൾക്ക് എപ്പോഴും സാഡിസ്റ്റ് മൈൻഡാണ് നമ്മൾ അമ്മാതിരി കാര്യങ്ങൾ വരുമ്പോൾ. എതിർകക്ഷീനെ അതും ഇതും പറഞ്ഞ് ഇരുത്തണം എന്നുള്ളതാണ്. അതവിടെയാണ് മോശം, മനസ്സിലായില്ലേ? അപ്പോൾ വലിച്ചെറിഞ്ഞു, അപ്പോൾ പേടിച്ചു പനിയോ മറ്റോ വരായ്വാൻ വടി ദൂരവേ വലിച്ചെറിഞ്ഞു മുമ്പാകെ നിർത്തി ഈ വണ്ണം മോദിനാൾ. അടിക്കരുത് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇനി പേടിക്കേണ്ട എൻ്റെ മകൻ. പേടിച്ചാൽ ആർക്കാ പേടിപ്പനി വന്നാൽ എന്താ ചെയ്യുക? ഇതിൻ്റെ മുമ്പേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ട് അല്ലേ? എന്നിട്ടാണല്ലോ പല മന്ത്രവാദമൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. ഭഗവാന് പേടില്ല, നമ്മൾക്കങ്ങനെ തോന്നി. വലിച്ചെറിഞ്ഞു മുമ്പാകെ നിർത്തി ഈ വണ്ണമോദിനാൽ നിന്നോട് ഈ മട്ടു ദുശ്ശീലം മരുതെന്നെത്രയോ ഓതി ഞാൻ. ഇല്ലേ മോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീയെ ഇങ്ങനെ കുരുത്തക്കേടുകളൊന്നും കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ നീ എന്തുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല? നിന്നോട് ഈ മട്ടു ദുശ്ശീലം മരുതെന്നെത്രയോ ഓതി ഞാൻ ഒട്ടേറെ ലാളിക്കുകയാൽ ഇത്ര ദുർബുദ്ധിയായി നീ. ഇതിൽ നിന്നും നമ്മളൊന്നും പഠിച്ചില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ അതിര് കവിഞ്ഞ്
കൊഞ്ചിച്ചാൽ അവർ വടക്കാവും എന്ന് പറഞ്ഞാൽ മോശക്കാരായിട്ട് പോകും. അച്ഛനും അമ്മയ്ക്കും മനസ്സിൽ സ്നേഹം വേണം. കുട്ടികളെ കാണിക്കരുത്. സ്വകാര്യമായിട്ട് അമ്മയ്ക്ക് അച്ഛനോടും അച്ഛനും അമ്മയോടും പറയാം നമ്മുടെ മകൻ നല്ലതാണ്, നേരിട്ടൊരു കുട്ടികളോട് പറയരുത്. അപ്പോൾ ഒട്ടേറെ ലാളിക്കുകയാൽ ഇത്ര ദുർബുദ്ധിയായി നീ, പാലും പഞ്ചാരയും ചോദിക്കുമ്പോഴൊക്കെ എടുത്തു ഞാൻ അച്ഛൻ കാണാതെ ഏകിയല്ലേ ചെയ്തത് ഈ വിധം അമ്മയെ, ഇനി തൊട്ടെങ്കിലും എന്നെ നന്നാക്കാനൊന്നു പറ്റുമോ? അച്ഛനറിയാതെ കണ്ട് ഞാൻ നിനക്ക് പാലും പഴമൊക്കെ അത്ര തന്നിട്ടുണ്ട്, എന്നിട്ട് നീ എന്നെ ഇത്ര വിവശയാക്കാൻ പാടുമോ എന്നൊക്കെയാണ് ചോദ്യം. ഇനി തൊട്ടെങ്കിലും എന്നെ നന്നാക്കാനൊന്നു പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്താം. എനിക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.